ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, ജോയ ലുക്കാസ്. മണിക്കൂർ നീളുന്ന പൂരങ്ങളുടെ പൂരത്തിന്റെ മതിവര കാഴ്ചകൾക്കായി പൂരനഗരി ഒരുങ്ങി. കാഴ്ചകളുടെ വസന്തോത്സവമായ തൃശൂർ പൂരം നാളെ. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് വർണ്ണവിസ്മയമായി. സാമ്പിൾ ആസ്വദിക്കാൻ ശക്തന്റെ തട്ടകത്തിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ. സാമ്പിൾ വെടിക്കെട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്തു. തൃശൂർ പൂരം വെടിക്കെട്ടിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളിൽ കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗത്തിന് പൂർണ്ണ സംതൃപ്തി. തൃശൂർ പൂരം വെടിക്കെട്ട് രാജ്യത്തെ മറ്റെല്ലാ ഉത്സവങ്ങൾക്കും മാതൃകയായി മാറ്റുമെന്ന് എക്സ്പ്ലോസീവ് കൺട്രോളർ. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം ക്ഷേത്രം അഗ്രശാലയിൽ ആരംഭിച്ചു. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം വ്യാഴാഴ്ച രാവിലെ കസ്തൂവും ഹാളിൽ ആരംഭിക്കും. രാജ്യത്തിന്റെ വികസനത്തിന് ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണം അനിവാര്യമാണെന്ന് CN ജയദേവൻ MP. ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥർ വികസന പ്രവർത്തനങ്ങൾ വെച്ച് താമസിപ്പിക്കുകയാണെന്നും MP. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഒരാണ്ടിന്റെ കാത്തിരിപ്പിനും ഒരുക്കങ്ങൾക്കും വിരാമമിട്ട് കാഴ്ചകളുടെ വസന്തോത്സവത്തിന് കേളികെട്ടുയരുകയായി. നാളെയാണ് തൃശൂർ പൂരം. 36 മണിക്കൂർ നീളുന്ന പൂരങ്ങളുടെ പൂരത്തിന്റെ മതിവര കാഴ്ചകൾക്കായി പൂരനഗരി ഒരുങ്ങി. ആശങ്കകൾ ഒഴിഞ്ഞ പൂരപ്രേമികളുടെ മനസ്സിൽ ഇനി ആഘോഷത്തിമിർപ്പിന്റെ മണിക്കൂറുകൾ. വടക്കുംനാഥന് മുന്നിൽ അരങ്ങേറുന്ന ദേവോത്സവത്തിലേക്ക് ദേശദൈവങ്ങളുടെ സാന്നിധ്യമറിയിച്ച് നാളെ രാവിലെ ഘടകപൂരമായ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനെ വണങ്ങാൻ ആദ്യം എത്തുന്നതോടെ പൂരനഗരി പൂരപ്രഭയിലാകും. പിന്നീട് സമയക്രമമനുസരിച്ച് മറ്റ് ഘടകപൂരങ്ങളായ ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കൂട്ടുകാവ്, അയ്യന്തോൾ, കുറ്റൂർ, നെയ്തലക്കാവ് ഭഗവതിമാരും പനമുക്കപ്പിള്ളി ശാസ്താവും ഗജവീരന്മാരുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെ എഴുന്നള്ളി വടക്കുംനാഥനെ പ്രണമിക്കാനെത്തും. തിരുവമ്പാടി ഭഗവതി രാവിലെ 7:30 നടപ്പാണ്ടിക്കുട്ടി പൂരപ്പുറപ്പാടിനിറങ്ങുക. പഴയ നടക്കാവ് നടുവിൽ മഠത്തിൽ 11:30 കോങ്ങാട് മധു തിമിരയിൽ ആദ്യ താളമിടുന്നതോടെ തിരുവമ്പാടിയുടെ പ്രസിദ്ധമായ മഠത്തിൽ വരവിന് തുടക്കമാകും. നാളെ തൃശ്ശൂർ പൂരം ആഘോഷിക്കുകയാണ്. വളരെയധികം പ്രതിസന്ധികളും ആശങ്കകളും തരണം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ പൂരം ആഘോഷിക്കുന്നത്. ഇക്കൊല്ലത്തെ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി തന്നെ നടക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഉച്ചയ്ക്ക് 12-ന് പാറമേക്കാവ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകുമ്പോൾ ചെമ്പടതാളം നഗരത്തിൽ മുഴങ്ങും. ഉച്ചയ്ക്ക് 2:00 എഴുന്നള്ളിപ്പ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തുമ്പോൾ മേളപ്രേമികളുടെ ഹൃദയതാളം കൂട്ടുന്ന ഗ്രേറ്റ് സിംപണി എന്നറിയപ്പെടുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാകും. പാറമേക്കാവ് ഭാഗത്തിൻ്റെ എല്ലാ സജീവകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നാളെയാണ് തൃശ്ശൂർ പൂരം. പൂരമെന്ന് പറയുന്നത് ജാതി മത ഭേദമന്യേ എല്ലാ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു പൂരമാണ്. 2.5 മണിക്കൂറോളം നീളുന്ന ഇലഞ്ഞിത്തറ മേളം കുട്ടിക്കലാശിക്കുന്നതോടെ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ ദൈവീക സദസ്സെന്നറിയപ്പെടുന്ന തെക്കോട്ടിറക്കം. പിന്നീട് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ മുഖാമുഖം നിരക്കും. തുടർന്നാണ് ലോകമെമ്പാടുമുള്ള പൂരാസ്വാദകർ കാത്തിരിക്കുന്ന വാനിൽ വർണ്ണങ്ങൾ നീരാടുന്ന കുടമാറ്റം അരങ്ങേറുക. ഇതോടെ പകൽ പൂരത്തിന് സമാപനമാകും. രാത്രിയിലും പൂരം തനിയാവർത്തനങ്ങൾ. ശനിയാഴ്ച പുലർച്ചെ 3-ന് പൂരാസ്വാദകരുടെ തെക്കിൻകാടിന്റെ മാനത്ത് പാറമേക്കാവും തിരുവമ്പാടിയും വെടിക്കെട്ടിന്റെ വർണ്ണലോകം ചമയ്ക്കും. തുടർന്ന് രാവിലെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ പകൽപൂരം ആരംഭിച്ച് പിന്നീട് വടക്കുന്നാഥനെ വണങ്ങി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് 36 മണിക്കൂർ നീളുന്ന പൂരങ്ങളുടെ പൂരത്തിന് സമാപനമാക്കുക. ഒരാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ സ്വപ്ന സാഫല്യവുമായി വാദ്യഘോഷങ്ങളും ദൃശ്യചാരുതയും സമ്മോഹനവുമായി സംഗമിക്കുന്ന ദേവോത്സവമെത്തി. പൂരപ്രേമികളുടെ മനസ്സിൽ ഇനി ആഘോഷത്തിമിർപ്പിന്റെ മണിക്കൂറുകളാണ്. വടക്കുന്നാഥന്റെ മണ്ണിൽ പൂരം കൊട്ടിത്തകർക്കുമ്പോൾ മണ്ണും വിണ്ണും ആഘോഷക്കാഴ്ചകളാൽ നിറയും.
നാടും നഗരവുമെല്ലാം ഇനി വർണ്ണനാഥ ദൃശ്യവിസ്മയങ്ങളുടെ വസന്തോത്സവ ലഹരിയിലേക്ക്. ഇനി വഴികളായ വഴികളെല്ലാം വടക്കുന്നാഥൻ കുടികൊള്ളുന്ന പൂരനഗരിയിലേക്ക്. നാട്ടിടവഴികളിൽ, നഗരവീഥികളിൽ ആനകളുടെ ചങ്ങലക്കിലുക്കവും മേളപ്പെരുക്കവും പൂരച്ചന്തം നിറയുകയായി. അതെ, നാളെയാണ് പൂരങ്ങളുടെ പൂരം. അക്ഷമരായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളും ഒപ്പം പൂരനഗരിയും. മേടമാസത്തിലെ പൂരം നാളിൽ മണ്ണിലും വിണ്ണിലും പൂരങ്ങളുടെ പൂരം പുലരുന്നതിനായി. TCB തൃശൂർ. പൂരനഗരിയുടെ ആകാശം പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളും മാനത്തേക്ക് കണ്ണുനട്ട് കാത്തിരുന്ന പൂരപ്രേമികളും പങ്കിട്ടെടുത്തു. മഴ വില്ലനായി തകർത്തു പെയ്തെങ്കിലും ഇരു വിഭാഗത്തിനും അവതരിപ്പിക്കാനായ കരിമരുന്ന് പ്രയോഗം വെടിക്കെട്ട് പ്രേമികളെ നിരാശരാക്കിയില്ല. തേക്കിൻകാടിന്റെ മാനത്ത് വർണ്ണവിസ്മയ കാഴ്ചകൾ ഒരുക്കിയും കണ്ണിനും കാതിനും ഒരുപോലെ ഇമ്പം പകർന്നുമായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ട്. കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം നൽകിയ അനുമതിയിൽ ഗുണ്ട്, അമിട്ട്, കൊഴുമിന്നൽ എന്നിവയുടെ വലിപ്പത്തിലും തീവ്രതയിലും വലിയ തോതിൽ കുറവ് വരുത്തിയതിനാലും ഡൈന നിരോധിച്ചതിനാലും തന്നെ സാമ്പിൾ വെടിക്കെട്ടിൽ ശബ്ദം കുറച്ച് വർണ്ണത്തിനും ദൃശ്യവിരുന്നിനും തുല്യ പ്രാധാന്യം നൽകിയായിരുന്നു ഇരുവിഭാഗത്തിന്റെയും മത്സര വെടിക്കെട്ട്. ആശങ്കകൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് തൃശൂർ പൂരം സാമ്പിൾ മാനത്ത് പൊട്ടിവിടർന്നപ്പോൾ ശക്തന്റെ തട്ടകത്തിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളായിരുന്നു. തിരുവമ്പാടി വിഭാഗമാണ് വൈകുന്നേരം 7:30 കരിമരുന്നിലേക്ക് ആദ്യ തീനാളം പകർന്നത്. രണ്ടാമതായി 7:40 പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ടിന്റെ വർണ്ണശബ്ദ വിസ്മയം കാഴ്ചവെച്ചു. വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കാൻ വേണ്ട സമയം ലഭ്യമാകാതിരുന്നതിനാൽ തന്നെ കൂടുതൽ പുതുമകൾ അവതരിപ്പിക്കാനായില്ലെങ്കിലും ഇരുവിഭാഗവും വെടിക്കെട്ട് പ്രേമികളെ നിരാശരാക്കിയില്ല. ഇരുവിഭാഗത്തിന്റെയും ആദ്യ കൂട്ടപ്പൊരിച്ചിലിനു ശേഷം അമിട്ടുകൾ വിരിയുന്നതിനിടെ മഴ വില്ലനായി എത്തിയതിനാൽ തന്നെ ഇരുകൂട്ടർക്കും കൂടുതൽ അമിട്ടുകൾ വിരിയിക്കാനായില്ല. ചാറ്റൽ മഴയോടെ എത്തിയ മഴമേഘങ്ങൾ ശക്തിയായി വർഷിക്കാൻ തുടങ്ങിയതോടെ വെടിക്കെട്ട് ഇരുവിഭാഗവും ഉപേക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈടുവെടിക്കെട്ടും അവസാന കൂട്ടപ്പൊരിച്ചിലും നടത്താനായില്ല. എന്നാൽ മഴ പെയ്യുന്നതിനിടയിലും ശബ്ദവർണ്ണ വിസ്മയം പൊഴിച്ച് അമിട്ട് വിരിയിക്കൽ തുടർന്നതും ആവേശമായി മാറി. വെടിക്കെട്ടിന് ഇത്തവണ അനുമതി ലഭിക്കില്ലെന്ന ആശങ്കകൾക്കൊടുവിൽ എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെ അനുമതി ലഭിച്ചിട്ടും മഴ ചതിച്ചതിനാൽ കരിമരുന്നിന്റെ വിസ്മയം പൂർണ്ണമായും ആസ്വദിക്കാനാകാത്തതിൽ വെടിക്കെട്ട് പ്രേമികളിൽ നിരാശ പൂണ്ട കാഴ്ചയും പ്രകടമായി. വെടിക്കെട്ട് ആസ്വദിക്കാനെത്തിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുരുഷാരം മഴയിൽ കുളിച്ചുവെന്ന് മാത്രമല്ല, കെട്ടിടങ്ങൾക്ക് മുകളിലും മരച്ചുവട്ടിലും മറ്റുമായി അഭയം തേടാനുള്ള ഓട്ടപ്പാച്ചിലും വേണ്ടിവന്നു. ഇനി പൊട്ടിക്കാനുള്ള വെടിക്കെട്ട് സാമഗ്രികളെല്ലാം പൂരദിവസത്തെ പുലർച്ചെ വെടിക്കെട്ടിൽ കൂടുതൽ ദൃശ്യാനുഭൂതിയും ഹരവും പകരാൻ ഉപയോഗിക്കുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വ്യക്തമാക്കി. പാറമേക്കാവിനു വേണ്ടി MK ശ്രീനിവാസനും തിരുവമ്പാടിക്ക് വേണ്ടി PM സജിത്തുമാണ് ഇത്തവണ വെടിക്കെട്ടൊരുക്കിയത്. വർണ്ണങ്ങൾ വാരിവിതറിയ സാമ്പിൾ വെടിക്കെട്ട് കാണാനെത്തിയ കാണികളെ കൂടുതൽ അകലം പാലിച്ച് നിർത്തിയെന്ന് മാത്രമല്ല, സ്വരാജ് റൗണ്ടിലേക്ക് ജനക്കൂട്ടത്തെ പ്രവേശിക്കാതെയായിരുന്നു സാമ്പിൾ വെടിക്കെട്ട്. കനത്ത സുരക്ഷയിൽ ഒരുക്കിയ വെടിക്കെട്ട് കണ്ണിറയെ കാണാൻ അവസരം ലഭിക്കാതെ ആയിരങ്ങൾ തിക്കിത്തിരക്കി. പോലീസ് ബാരിക്കേഡ് തീർത്ത് ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചിരുന്നു. അനുവദീയമായ സ്ഥലത്തിൽ തടിച്ചുകൂടിയ ജനസാഗരം വെടിക്കെട്ടിനെ ഹർഷാരവങ്ങളോടെയാണ് എതിരേറ്റത്. സ്വരാജ് റൗണ്ടിന്റെ മറ്റ് ഭാഗങ്ങളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും ജനം തിങ്ങി നിറഞ്ഞിരുന്നു. വെടിക്കെട്ടിനെത്തിയ വേനൽ മഴയിലും പൂരപ്രേമികളുടെ ആവേശം അണഞ്ഞിരുന്നില്ല. ചെറുപടക്കങ്ങളിൽ തുടങ്ങി അമിട്ടിലും കൊഴിമിന്നലുകളിലും മാറി മാറി കത്തിപ്പടർന്ന തീനാളം രാത്രിയുടെ മേഘത്തെ വർണ്ണവിസ്മൃതിയിൽ ആറാടിച്ചുവെന്ന് മാത്രമല്ല, മാനത്ത് വർണ്ണപ്പൂക്കളങ്ങൾ തീർത്ത് ദൃശ്യ ശ്രവ്യ വിരുന്നൊരുക്കി. പതിയെ തുടങ്ങി കൊട്ടിക്കയറുന്ന മേളപ്പെരുക്കത്തിന്റെ താളം കടക്കെ അഗ്നിയുടെ പകർനാട്ടം നടത്തിയ വെടിക്കെട്ട് ഇരുൾമേഞ്ഞ മാനത്തെ ക്യാൻവാസിൽ മഴയ്ക്കും മഴമേഘങ്ങൾക്കുമൊപ്പം മാരിവില്ലിന്റെ വർണ്ണച്ചന്തം രചിച്ചു. TCV ന്യൂസ് തൃശൂർ. കർശന നിയന്ത്രണങ്ങളും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശനം നിഷേധിച്ചതുമെല്ലാം സാമ്പിൾ കാണാനെത്തിയ ജനസഹസ്രങ്ങൾക്ക് നിരാശയുണ്ടാക്കിയെങ്കിലും നായ്ക്കനാലിൽ TCV ഓഫീസിന് മുന്നിൽ ഒരുക്കിയ TV സ്ക്രീനിൽ സാമ്പിളിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ നിരവധി പേർ തടിച്ചുകൂടി. സ്വസ്ഥമായ സാമ്പിൾ വെടിക്കെട്ട് കാണാനായതിന്റെ സംതൃപ്തിയോടെയാണ് ജനങ്ങൾ മടങ്ങിയത്. തൃശൂർ പൂരം വെടിക്കെട്ടിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളിൽ കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗത്തിന് പൂർണ്ണ സംതൃപ്തി. തൃശൂർ പൂരം വെടിക്കെട്ടിനെ രാജ്യത്തെ മറ്റെല്ലാ ഉത്സവങ്ങൾക്കും മാതൃകയാക്കി മാറ്റുമെന്ന് ജോയിന്റ് ചീഫ് എക്സ്പ്ലോസീവ് കൺട്രോളർ SK ഷാഹുൽ പറഞ്ഞു.
പൂരം വെടിക്കെട്ടിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി രാമനിലയത്തിൽ മന്ത്രി VS സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. In the interest of the public safety, we are ensuring that there should be no accident and repetition of the accident happens in last so many years it is repeated. We are developing some modern type of fireworks remote control and this, so that the whole of the festival should be in the good spirit and no harm to the public. And expectations should be more. If we can ensure the people that okay, we are safe, you will have the more fun in the while conducting this program and others. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായിരിക്കും മുഖ്യ പ്രാധാന്യം നൽകുക. പൂരം ഒരുക്കത്തിനായി ഇരു ദിവസങ്ങളും ജില്ലാ ഭരണകൂടവും പോലീസും സംയുക്തമായി നടത്തുന്ന മുന്നൊരുക്കങ്ങൾ പൂർണ്ണ സംതൃപ്തി നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം മോഡൽ പൂരമാക്കി ഫയർവർക്സുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും കേന്ദ്ര സംഘം അറിയിച്ചു. പൂരം വെടിക്കെട്ട് മാതൃകാപരമായി നടത്തുമെന്ന് മന്ത്രി VS സുനിൽകുമാറും പറഞ്ഞു. എക്സ്ക്ലൂസീവ് ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ഡോക്ടർ R വേണുഗോപാൽ, ജില്ലാ കളക്ടർ ഡോക്ടർ A കൗശികൻ, ADM CK അനന്തകൃഷ്ണൻ, IG MR അജിത് കുമാർ, കമ്മീഷണർ T നാരായണൻ, ACP P വാഹിദ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. പരമ്പരാഗത രീതിയിലുള്ള വെടിക്കെട്ടിൻ്റെ എല്ലാ വർണ്ണവിസ്മയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക, ശബ്ദത്തിന് ഗവൺമെൻറ്റിൻ്റെ നിശ്ചിത പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള ശബ്ദവിന്യാസത്തോടു കൂടി ഏറ്റവും മനോഹരമായിട്ടുള്ള വെടിക്കെട്ടാണ് ഇത്തവണ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിയിരിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ വിശ്വവിരുന്നുകളിൽ അത്യാകർഷകമായ ചമയ പ്രദർശനം കാണുവാൻ ആയിരങ്ങളെത്തി. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം ക്ഷേത്രമഗ്രശാലയിൽ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൽദായ സുറിയാനി മെത്രാൻ മാർ യോഹന്നാൻ യൗസേബ് സന്നിഹിതനായിരുന്നു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് K സതീഷ് മേനോൻ, സെക്രട്ടറി G രാജേഷ്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായി. പൂരച്ചമയങ്ങൾ ഒരുക്കിയ വർക്ക് ദേവസ്വത്തിന്റെ ഉപഹാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി ബിഷപ്പ് മാർ യൗസേബ് ദേവസ്വത്തിന് മുത്തുകുട സമ്മാനിക്കുകയും ചെയ്തു. തിരുവമ്പാടി വിഭാഗം കസ്തൂബം ഹാളിലാണ് ചമയ പ്രദർശനം ഒരുക്കുക. വ്യാഴാഴ്ച രാവിലെ മുതൽ ആരംഭിക്കുന്ന പ്രദർശനം അർദ്ധരാത്രി വരെ നീളും. ഇരു വിഭാഗത്തിന്റെയും ചമയ പ്രദർശനം വ്യാഴാഴ്ച TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ഇടവേള. വാർത്തകളിലേക്ക്. തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്നതിനുള്ള ആനകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. വെറ്റിനറി ഡോക്ടർമാരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് പരിശോധന. പൂരത്തലേന്ന് മുതലാണ് തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്നതിനുള്ള ആനകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിക്കാറുള്ളതെങ്കിലും ഇത്തവണ ഒരു ദിവസം മുമ്പേ തന്നെ പരിശോധനയ്ക്ക് തുടക്കമായി. ആദ്യ ദിനത്തിൽ ഘടകപൂരങ്ങളിൽ എഴുന്നള്ളിക്കുന്നതിനുള്ള ആനകളെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊക്കർണിപ്പറമ്പിലെ ആനകളെയുമാണ് പരിശോധിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ, സീതാരാമൻ എന്നീ ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് ആദ്യമായി പൂർത്തിയാക്കിയത്. തുടർന്ന് മറ്റ് ഘടകക്ഷേത്രങ്ങളിലെ ആനകളെയും പരിശോധന നടത്തി. അടുത്ത ദിവസങ്ങളിൽ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളിലെ ആനകളെയും തൃശൂർ പൂരത്തിന് പങ്കെടുക്കുന്ന മറ്റ് ആനകളെയും പരിശോധിക്കുമെന്ന് ആനവിദഗ്ധൻ ഡോക്ടർ PB ഗിരിദാസ് പറഞ്ഞു. ഒരാനയുടെ വൈദ്യപരിശോധന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മൈക്രോചിപ്പ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മൈക്രോചിപ്പ് റീഡ് ചെയ്യുകയും അതിൻ്റെ നമ്പർ എടുക്കുകയും കൂടാതെ അതിൻ്റെ ഡാറ്റാ ബുക്കും ഇൻഷുറൻസിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് അതിനുശേഷം ആനയുടെ ഹെൽത്ത് ഫിറ്റ്നസ്സാണ് ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ചെയ്യുന്നത്. ഇത് ഇന്നിവിടെ തുടക്കമാണ്. ഇന്ന് ഒരു നീണ്ട ഒരു പ്രോസസ്സാണ്. ഇന്ന് മുതൽ തുടങ്ങാണ് പൂരത്തിൻ്റെ. ഇനി പൂരം ഉപചാരം ചൊല്ലി പിരിഞ്ഞ് പൂരം അവസാനിക്കുന്നവരെ മൃഗസംരക്ഷണ വകുപ്പിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്. മൃഗസംരക്ഷണ വകുപ്പും വനംവകുപ്പും സംയുക്തമായാണ് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആനകളുടെ രക്തവും ശാരീരിക ക്ഷമതയും പരിശോധിക്കുന്നതോടൊപ്പം മതപ്പാടില്ലെന്ന് ഉറപ്പുവരുത്തുകയുമാണ് വെറ്ററിനറി ഡോക്ടർമാർ ചെയ്യുന്നത്. പരിശോധനയിൽ ഏതെങ്കിലും കുഴപ്പം കണ്ടെത്തുന്ന ആനകളെ എഴുന്നള്ളിക്കില്ല. മൈക്രോചിപ്പ്, ഡാറ്റാ ബുക്ക്, ഇൻഷുറൻസ് അടക്കമുള്ള രേഖകളുടെയും പരിശോധന വനംവകുപ്പും നടത്തുന്നുണ്ട്. വെറ്ററിനറി ഡോക്ടർമാരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ MK പ്രദീപ് കുമാർ, ഡോക്ടർ ജോൺ ജേക്കബ്, ഡോക്ടർ തങ്കച്ചൻ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷാജികുമാർ, ഫോറസ്റ്റർമാരായ S രാജേന്ദ്രൻ, മാത്യു ജോൺ, ദേവാനന്ദ്, മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 100ഓളം ആനകളുടെ പരിശോധനയാണ് സംഘം നടത്തുക. തൃശൂർ പൂരത്തിന് ഉപചാരം ചൊല്ലുന്ന ദിവസം വരെ ആനകളുടെ ഫിറ്റ്നസ് പരിശോധന തുടരും. TCV ന്യൂസ്, തൃശൂർ. തേക്കിൻകാട് മൈതാനിയിൽ സ്ഥാപിച്ച ഫയർ ഹൈഡ്രന്റ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ നടപടികളുടെ ഭാഗമായുള്ള അപകട നിവാരണത്തിനാണ് ഫയർ ഹൈഡ്രന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. 1.25 കിലോമീറ്ററിൽ 210 mm പൈപ്പിൽ പിടിപ്പിച്ചിട്ടുള്ള 63 mm വ്യാസമുള്ള 35 ഫയർ ഹൈഡ്രന്റുകളാണ് 45 മീറ്റർ അകലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്.
മണിക്കൂറിൽ 20 MT³ വെള്ളം 72 മീറ്റർ ഉയരത്തിൽ പമ്പ് ചെയ്യാനാകും. മന്ത്രി VS സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,10,00,000 രൂപ ചെലവഴിച്ചാണ് ഫയർ ഹൈഡ്രന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. തൃശൂർ പൂരത്തിന് പാറമേക്കാവിന്റെ പഞ്ചവാദ്യം വേറിട്ട അനുഭവമാകുമെന്ന് പാറമേക്കാവ് ദേവസ്വം വൈസ് പ്രസിഡന്റ് VM ശശി പറഞ്ഞു. പാറമേക്കാവിന്റെ രാത്രി പഞ്ചവാദ്യത്തിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് വാദ്യ പ്രമാണി പരക്കാട് തങ്കപ്പൻ മാരാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ശശി. ഇപ്രാവശ്യം പഞ്ചവാദ്യത്തിൻ്റെ ഒരു പുതുമ എന്നുള്ളത് നമ്മുടെ പഞ്ചവാദ്യത്തിൻ്റെ പ്രമാണം ഇപ്രാവശ്യം നമ്മൾ 16 കൊല്ലം ചോറ്റാനിക്കര വിജയന്മാരായിരുന്നു പ്രമാണം. ഇപ്രാവശ്യം നമ്മുടെ പരക്കാട് തങ്കപ്പൻ മാരാർക്കാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മദളത്തിൻ്റെ പ്രമാണവും ഇപ്രാവശ്യം മാറിയിരിക്കുകയാണ്. ഒരു 10-20 വർഷത്തോളം നമ്മുടെ മദള പ്രമാണിയായിരുന്ന ചെർപ്പുളശ്ശേരി ശിവനെ മാറ്റിയിട്ട് ഇപ്രാവശ്യം കോങ്ങാട് മധുവിനെയാണ് നമ്മൾ മദളത്തിൻ്റെ പ്രമാണം നൽകിയിട്ടുള്ളത്. ഇത് 2 പ്രമാണിമാരെയും മാറ്റിയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചവാദ്യം ഇപ്രാവശ്യം വളരെ ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം 2 പ്രമാണികളെ മാറ്റി. അതുപോലെ തന്നെ പെരുവനം കുട്ടന്മാരാരെ ഉൾപ്പെടുത്തി മേളങ്ങൾ പുനരാവിഷ്കരിക്കുന്നതിനു വേണ്ടി റസൂൽ പൂക്കട്ടി പെരുവനത്തെത്തി. അതിസൂക്ഷ്മമായ ശബ്ദങ്ങൾ പോലും ഒപ്പിയെടുക്കുന്നതിന് ശക്തമായ 168 ട്രാക്ക് സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ പൂരത്തിലെ പ്രധാന മേളമായ ഇലഞ്ഞിത്തറ മേളമാണ് അദ്ദേഹം പെരുവനത്ത് പുനരാവിഷ്കരിച്ചത്. പെരുവനം കുട്ടന്മാരാർ, കേള അരവിന്ദാക്ഷന്മാരാർ, പെരുവനം സതീശന്മാരാർ തുടങ്ങി 180 കലാകാരന്മാർ അണിനിരന്ന് ഇലഞ്ഞിത്തറ മേളം പെരുവനം നടവഴിയിൽ പുനരാവിഷ്കരിച്ചു. ഇലഞ്ഞിത്തറ മേളം, മഠത്തിൽ വരവ് കൂടാതെ പെരുവനം സതീശന്മാരാരുടെ പഞ്ചാരിമേളം എന്നിവയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ എഴുന്നള്ളിക്കുന്ന ആനകളുടെ ലിസ്റ്റായി. മൊത്തം 101 ആനകളുടെ ലിസ്റ്റാണ് ദേവസ്വങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി തിരുവമ്പാടി ശിവസുന്ദറും പാറമേക്കാവ് വിഭാഗത്തിനു വേണ്ടി പാറമേക്കാവ് ശ്രീപത്മനാഭനും ഇക്കുറിയും തിടമ്പേറ്റും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ, കുട്ടൻകുളങ്ങര അർജുനൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ, അന്നമനട ഉമാമഹേശ്വരൻ, പാമ്പാടി സുന്ദരൻ, ശങ്കരൻകുളങ്ങര മണികണ്ഠൻ, ഊട്ടോളി അനന്തൻ, ചെറുപ്പുളശ്ശേരി അയ്യപ്പൻ, തിരുവമ്പാടി അർജുൻ, ഗുരുവായൂർ സിദ്ധാർത്ഥൻ, നായരമ്പലം രാജശേഖരൻ തുടങ്ങി 54 ആനകളെയാണ് തിരുവമ്പാടി വിഭാഗം എഴുന്നള്ളിക്കുന്നത്. പാറമേക്കാവ് രാജേന്ദ്രൻ, ദേവിദാസൻ കാശിനാഥൻ, ഗുരുവായൂർ ദേവസ്വം നന്ദൻ, പാല കുട്ടിശങ്കരൻ, ഭാരത് വിനോദ്, പല്ലാട്ട് ബ്രഹ്മദത്തൻ, ചെറുപ്പുളശ്ശേരി ശേഖരൻ, പാറന്നൂർ നന്ദൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, മനുസ്വാമി മഠം മനുനാരായണൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് രാമചന്ദ്രൻ തുടങ്ങി 47 ആനകളെയാണ് പാറമേക്കാവ് വിഭാഗം എഴുന്നള്ളിക്കുന്നത്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിരുവമ്പാടിയുടെ പകൽ പൂരത്തിനും ഗുരുവായൂർ നന്ദൻ പാറമേക്കാവിന്റെ രാത്രി പൂരത്തിനും തിടമ്പേറ്റും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ടെലിവിഷൻ ഡയറക്ടറും TCV മാനേജിംഗ് എഡിറ്ററുമായ ജോഷി വടക്കന്റെയും ലീന ജോഷിയുടെയും മകൾ ബെസ്സി വിവാഹിതയായി. മെയ് 1 ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലായിരുന്നു വിവാഹം. ഇരിങ്ങാലക്കുട പറമ്പി വീട്ടിൽ വിജോ പറമ്പിയുടെയും മേരി വിജോയുടെയും മകൻ എഡ്വന്റാണ് വരൻ. ഇരിങ്ങാലക്കുട MCP കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. MLA മാരായ KU അരുണൻ, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ, മുരളി പെരുന്നെല്ലി, K രാജൻ, അനിൽ അക്കര, BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, ചലച്ചിത്ര താരം ഇടവേള ബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏപ്രിൽ 26 പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ നടന്ന മനസ്സമ്മത ചടങ്ങിലും തുടർന്ന് അയ്യന്തോൾ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന സൽക്കാര ചടങ്ങിലും നിരവധി പേർ സന്നിഹിതരായിരുന്നു. മേയർ അജിത ജയരാജൻ, കളക്ടർ ഡോക്ടർ A കൗശികൻ, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത്, സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ, മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, വ്യാപാരി വ്യവസായി കോൺഫെഡറേഷൻ പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, കല്യാൺ സിൽക്സ് ഉടമ TS പട്ടാഭിരാമൻ, ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ, കല്യാൺ ജ്വല്ലേഴ്സ് ഡയറക്ടർ രാജേഷ് കല്യാണരാമൻ, കല്യാൺ ഡെവലപ്പേഴ്സ് ഡയറക്ടർ കാർത്തിക്, കല്യാൺ സാരീസ് ഉടമ TS രാമചന്ദ്രൻ, കല്യാൺ വസ്ത്രാലയ ഉടമ TS അനന്തരാമൻ, ജോസ് ആലുക്കാസ് ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർമാരായ പോൾ ആലുക്ക, വർഗീസ് ആലുക്ക, ജോൺ ആലുക്ക, പത്മശ്രീ ഡോക്ടർ TA സുന്ദർ മേനോൻ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ, വ്യവസായ പ്രമുഖരായ ഗോപു നന്ദിലത്ത്, ചന്ദ്രൻ നന്ദിലത്ത്, സക്കീർ ഹുസൈൻ, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, മാളവിക നായർ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രാജ്യത്തിന്റെ വികസനത്തിന് ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണം അനിവാര്യമാണെന്നും എന്നാൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ലെന്നും CN ജയദേവൻ MP പറഞ്ഞു.
തൃശൂർ കോർപ്പറേഷന്റെ ജനകീയാസൂത്രണ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഓരോ പദ്ധതി നിർവഹണ രംഗത്തും ഉദ്യോഗസ്ഥരുടെ പങ്ക് വളരെ വലുതാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥർ വികസന പ്രവർത്തനങ്ങൾ വെച്ച് താമസിപ്പിക്കുകയാണ്. ഒരു നിർമ്മാണ പ്രവർത്തനം തീരുമാനിച്ചു കഴിയുമ്പോൾ ഉദ്യോഗസ്ഥർ അതിന്റെ തടസ്സങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം അത് എങ്ങനെ പരിഹരിക്കാമെന്ന് പരിശോധിച്ച് നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും ജയദേവൻ പറഞ്ഞു. അയ്യന്തോൾ പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാറിൽ മേയർ അജിത ജയരാജൻ അധ്യക്ഷയായി. ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി, പ്ലാനിംഗ് കോർഡിനേറ്റർ TK സോമൻ, കോർപ്പറേഷൻ സെക്രട്ടറി M നിസാമുദ്ദീൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷന് 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2017-2018 വാർഷിക പദ്ധതിയിൽ പദ്ധതി ഫണ്ടിനത്തിൽ 71.48 കോടി രൂപയും മെയിന്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 17.13 കോടി രൂപയും തനത് ഫണ്ട്, കേന്ദ്ര സംസ്ഥാന വിഹിതം എന്നിവയും ചേർത്ത് 145 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തിയ റേഷൻ കടയെടുപ്പ് സമരം പിൻവലിച്ചതായി ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സർക്കാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചത്. ലഭിച്ച ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ ജൂൺ 1 വീണ്ടും സമരം തുടങ്ങുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ, സംസ്ഥാന കമ്മിറ്റി അംഗം രാമാനുജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി പൂരവിശേഷങ്ങളുമായി തൃശൂർ പൂരം 2017. തൃശൂർ പൂരം 2017 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്. ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. ലക്കി ഷോപ്പേഴ്സിന് 30 Audi A3 കാറുകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, ശക്തൻ തമ്പുരാൻ കോളേജ്, തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ. ന്യൂ കേബിൾ പോയിന്റ്, ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്, MG റോഡ്, തൃശൂർ ആൻഡ് പാലക്കാട്. സ്വർണം സ്നേഹമാണ്. ഭീമ ജ്വല്ലേഴ്സ് നിയർ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. നന്ദനം സാനിറ്ററീസ്, എ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഫോർ യുവർ ഹോം. ന്യൂ Trichur Company Private Limited. More than 60 years of service with over 5 lakh satisfied customers. Bergsouth Group of Companies. Trusted name in excellent service. Goodwin Jewelers. ഹൃദയങ്ങൾക്കറിയാം ബന്ധങ്ങളുടെ മൂല്യം. Co-sponsored by ഹോണ്ടയുടെ തൃശൂരിലെ അംഗീകൃത ഡീലർ ജോൺസ് ഹോണ്ട, പുഴയ്ക്കൽ, തൃശൂർ. Tomorrow's IT solutions today. Esquire thinks ahead. Esquire, മണ്ണത്ത് ലൈൻ, തൃശൂർ. സ്നേഹം സ്വർണമായി സമ്മാനിക്കൂ. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവരി ജനറേഷൻ. തൃശൂർ പൂരത്തെ വരവേൽക്കുന്നതിനായി പൂരനഗരിയിൽ വർണ്ണങ്ങൾ കൊണ്ട് കലാവിഷ്കാരം ഒരുക്കുകയാണ് തൃശൂർ ഫൈനാൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ. TCUമായി സഹകരിച്ച് തേക്കിൻകാട് മൈതാനിയിലെ നെഹ്റു മണ്ഡപത്തിൽ ഇവരൊരുക്കിയ പൂരം സ്കെച്ചിലേക്ക്. വരകൊണ്ടും വർണ്ണങ്ങൾ കൊണ്ടും തൃശൂർ പൂരത്തെ അടയാളപ്പെടുത്തുകയാണിവർ. ഫൈൻ ആർട്സ് കോളേജിലെ കലാകാരന്മാർ പൂരം പ്രയാണമെന്ന ആവിഷ്കാരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ജൂൺ 5 മുതൽ 9 വരെ ഔട്ട്ഫോൾ എന്ന പേരിൽ ഇവരൊരുക്കുന്ന ഡിഗ്രി ഷോയ്ക്ക് മുന്നോടിയായാണിവർ വേറിട്ട കലാവിഷ്കാരം ഒരുക്കിയത്. ഞങ്ങളിപ്പോൾ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം പാസ് ഔട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഫൈനൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, ഡിഗ്രി ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോൻ്റെ വേറൊരു രീതിയിലുള്ളൊരു പാർട്ട്, അല്ലെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് വരയ്ക്കുക എന്നുള്ളൊരു പ്രാക്ടീസ്, ആ ഒരു സാധനം തുടരുക എന്നുള്ളൊരു കാര്യത്തിലൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിലോട്ട് എത്തുന്നത്. വരയ്ക്കുക, അത് പബ്ലിക്കായിട്ട് തന്നെ വരയ്ക്കുക. പ്രത്യേകിച്ച് പൂരം നടക്കുന്ന ഒരു സ്പേസ് തന്നെ നല്ല രസമുള്ള ഒരു പൂരത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. കലയുടെ മൂർത്തിയായ വടക്കുനാഥിനു മുന്നിൽ കലയുടെ മായക്കാഴ്ചകൾ പെയ്തിറങ്ങുമ്പോൾ അത്തരമൊരു കലാകൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യം നേർന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു കലാവിഷ്കാരം ഒരുക്കിയതെന്ന് ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥിയായ വിവേക് ദാസ് പറഞ്ഞു. പൂരത്തിൻ്റെ ഒരു ജേണി വേറൊരു രീതിയിൽ പല ഘടകപൂരങ്ങൾ ഒത്തുചേർന്നിട്ടാണ് വലിയൊരു സാധനം ഉണ്ടാകുന്നത്. നമ്മുടെ ഡിഗ്രി ഷോയ്ക്ക് പേര് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു തരത്തിൽ ഔട്ട്ഫോൾ എന്നുള്ളൊരു പേരാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പല സ്ഥലത്തുനിന്ന് ഒഴുകിയെത്തുന്ന നദികൾ ഒരു കടലിൽ ചെന്ന് ചേരുന്നു എന്ന് പറയുന്ന പോലെ പല ദേശങ്ങളിൽ നിന്ന് വരുന്ന ദേശപൂരങ്ങൾ, ഘടകപൂരങ്ങൾ ഒന്നിച്ച് തൃശ്ശൂർ റൗണ്ടിലെത്തിയിട്ട് തൃശ്ശൂർ പൂരമായി വരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഘടകപൂരത്തിൻ്റെ ഒരു പോക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ എത്തുന്നു. ബേസിൽ വർഗീസ്, വിവേക് ദാസ്, സുബിൻ, അക്ഷയ്, ശരണ്യ, ആതിര, പ്രജീഷ്, വിഷ്ണുപ്രസാദ്, ശ്രീജിത്ത് എന്നിവരാണ് ചരിത്രപ്രസിദ്ധമായ നെഹ്റു മണ്ഡപത്തെ പൂരത്തിന്റെ വർണ്ണക്കാഴ്ചകൾ കൊണ്ട് അടയാളപ്പെടുത്തിയത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തൃശൂർ പൂരത്തെ വരവേൽക്കുന്നതിനായി പ്രൊമോ വീഡിയോ ഒരുക്കി പെൺകൂട്ടായ്മ.
പഠനത്തിന്റെ ഭാഗമായുള്ള പരിശീലനത്തോടനുബന്ധിച്ചാണ് ഇവർ പൂരം പ്രമോ അണിയിച്ചൊരുക്കിയത്. തൃശൂർ പൂരത്തിന് ഐക്യദാർഢ്യം പകർന്ന് ദൃശ്യാവിഷ്കാരമൊരുക്കിയത് PS സിമി, ബിന്ദുജ വിജയ്, സെറിൻ വർഗീസ് എന്നിവരാണ്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിറങ്ങിയ ഇവർ സ്റ്റോപ്പ് ബ്ലോക്ക് ആനിമേഷൻ രീതിയിലാണ് പ്രൊമോ വീഡിയോ തയ്യാറാക്കിയത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ഭാഗമായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ വർക്കും ചെയ്തില്ല. അപ്പോൾ ഞങ്ങളുടേതായ ഒരു വർക്ക് വേണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ തൃശ്ശൂർ പൂരം വന്നപ്പോൾ അതൊരു അവസരമായിട്ട് കണ്ടാണ് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത്. തൃശ്ശൂർ പൂരം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വീഡിയോസിൽ കൂടിയും TV കൂടിയൊക്കെ കണ്ടിട്ടുള്ള ഒരിത്. പിന്നെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അവസരമായതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം, ഒരു ചെറിയ 1 മിനിറ്റിൻ്റെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആനിമേഷൻ കഥാപാത്രങ്ങൾ ചലിക്കുന്ന തരത്തിലുള്ള ചിത്രസങ്കലന രീതിയിൽ തൃശൂർ പൂരത്തിന്റെ പ്രധാന മുഹൂർത്തങ്ങളാണ് ഇവർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ആൺപെരുമ നിറയുന്ന പൂരക്കാഴ്ചയിലും ദൃശ്യമാധ്യമ രംഗത്തും തങ്ങളുടേതായ രീതിയിൽ ബദൽ സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടിയായാണ് സുഹൃത്തുക്കളായ ഈ വിദ്യാർത്ഥികൾ തൃശൂർ പൂരത്തിന് കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ളത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തൃശൂർ പൂരം 2017 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്. ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. ലക്കി ഷോപ്പേഴ്സിന് 30 Audi A3 കാറുകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, ശക്തൻ തമ്പുരാൻ കോളേജ്, തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ. ന്യൂ കേബിൾ പോയിന്റ്, ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്, MG റോഡ്, തൃശൂർ ആൻഡ് പാലക്കാട്. സ്വർണം സ്നേഹമാണ്. ഭീമ ജ്വല്ലേഴ്സ് നിയർ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. നന്ദനം സാനിറ്ററീസ്, എ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഫോർ യുവർ ഹോം. ന്യൂ Trichure Company Private Limited. More than 60 years of service with over 5 lakh satisfied customers. Bergsaath Group of Companies. Trusted name in excellent service. Goodwin Jewelers. ഹൃദയങ്ങൾക്കറിയാം ബന്ധങ്ങളുടെ മൂല്യം. Co-sponsored by ഹോണ്ടയുടെ തൃശൂരിലെ അംഗീകൃത ഡീലർ ജോൺസ് ഹോണ്ട, പുഴയ്ക്കൽ, തൃശൂർ. Tomorrow's IT solutions today. Esquire thinks ahead. Esquire, മണ്ണത്ത് ലൈൻ, തൃശൂർ. സ്നേഹം സ്വർണമായി സമ്മാനിക്കൂ. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവരി ജനറേഷൻ. പാവറട്ടി തിരുനാൾ വിശേഷങ്ങൾ. സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ 138ാം തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നത് അത്ഭുത തിരുസ്വരൂപം. 1.25 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്ന വിശുദ്ധന്റെ തിരുസ്വരൂപം പാവറട്ടിയുടെ തന്നെ ശക്തി കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. സ്വർണ്ണപ്രഭ ചൊരിയുന്ന കിരീടവും ലില്ലിപ്പൂവുമേന്തി നിൽക്കുന്ന അത്ഭുത സ്വരൂപത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. എണ്ണ വ്യാപാരിയായിരുന്ന ഒലക്കെങ്കിൽ മാണിയാണ് കൊച്ചിയിൽ നിന്ന് തിരുസ്വരൂപം കൊണ്ടുവന്നത്. കൊച്ചിയിലെ കമ്പനിയിലുണ്ടായിരുന്ന തിരുഹൃദയ രൂപത്തിൽ മാറ്റം വരുത്തി യൗസേപ്പിതാവിന്റെ തിരുസ്വരൂപം തയ്യാറാക്കുകയായിരുന്നു. ഈ തിരുസ്വരൂപത്തിൽ കിരീടം ഉറപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലത്രേ. പിന്നീട് അധികൃതർ വിഷമിച്ചിരിക്കെ ഏവരെയും അത്ഭുതപ്പെടുത്തി കിരീടം തനിയെ തിരുസ്വരൂപത്തിലേക്ക് ഇറങ്ങുകയായിരുന്നുവെന്നാണ് ഐതിഹ്യം. ശനിയാഴ്ച വൈകിട്ട് 7:30 അതിരൂപതാ സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ ആത്മീയ ചൈതന്യം പകരുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. TCV, പാവറട്ടി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് 3 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ നാനാജാതി മതസ്ഥർക്ക് 8 വീടുകൾ നിർമ്മിച്ചു നൽകും. പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ കൊടിയേറ്റം മുതൽ 10 ദിവസം OP വിഭാഗം രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. പാരിഷ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതിരൂപതാ തലത്തിൽ വിവാഹ സഹായം, പഠന സഹായം തുടങ്ങിയവയും നൽകുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഇടവേള. വാർത്തകൾ തുടരുന്നു. മങ്കര ചേപ്പലക്കോട് വനത്തിൽ വേട്ടക്കാർ കൊന്ന മാനിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അകമല ഫോറസ്റ്റ് ബീറ്റിന് കീഴിൽ വരുന്ന ചേപ്പലക്കോട് സ്വകാര്യ വ്യക്തിയുടെ തേക്ക് പ്ലാന്റേഷന് സമീപത്തുനിന്ന്
കാട്ടിലേക്ക് 200 മീറ്റർ മാറിയാണ് കടമാനിന്റെ തലയോടും അസ്ഥികളും കണ്ടെത്തിയത്. ഏകദേശം 10 ദിവസത്തെ പഴക്കം തോന്നിക്കുന്ന മാനിന്റെ ജഡത്തിന് സമീപമായി 20ഓളം കെണികൾ വച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ വഴിയിലൂടെ ആഡംബര വാഹനങ്ങൾ രാത്രിയിൽ വന്നു പോകുന്നതായി നാട്ടുകാർ പറയുന്നു. ചന്ദ്രാപിന്നിയിൽ മധ്യവയസ്കനെ ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിന് പടിഞ്ഞാറുവശം താമസിക്കുന്ന പുതുവീട്ടിൽ പുരുഷോത്തമനാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. 17-ാം കല്ല് പെട്രോൾ പമ്പിന് സമീപത്തെ പറമ്പിൽ പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിന്റെ ഭിത്തിയുടെ മറയിൽ മലർന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. മതിലകം SI മനു വി നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. റെയിൽവേ അധികൃതർ ചാലക്കുടി സ്റ്റേഷനോട് കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഇന്നസെന്റ് MP ഈ മാസം 13-ന് സത്യഗ്രഹം നടത്തുന്നു. റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഇന്നസെന്റിന്റെ സമരം. ചാലക്കുടി മണ്ഡലത്തിലെ റെയിൽവേ വികസനത്തിനായി കേന്ദ്ര സർക്കാരിനും റെയിൽവേ മന്ത്രാലയത്തിനും സമഗ്ര നിർദ്ദേശങ്ങളടങ്ങിയ നിവേദനം നൽകിയിരുന്നുവെന്ന് MP അറിയിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ച് നിഷേധാത്മക നിലപാടാണ് അധികൃതർ തുടരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പേപ്പർ, മഷി, അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ വില നിയന്ത്രണത്തിന് സംവിധാനമൊരുക്കുക, പേപ്പർ മില്ലുടമകൾ ഏകപക്ഷീയമായി അടിക്കടി വില വർദ്ധിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കുന്നതിനും പേപ്പറിന് വില സ്ഥിരത ഉണ്ടാക്കുന്നതിനും നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഡേവിഡ് വിൽസൺ അധ്യക്ഷനായി. കോർപ്പറേഷൻ കൌൺസിലർ A. പ്രസാദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി VT ജോർജ്, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി KM ലെനിൻ, വാണിജ്യ വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി PV സുബ്രഹ്മണ്യൻ, കേരള മാസ്റ്റർ പ്രിന്റേഴ്സ് അസോസിയേഷൻ കോ ചെയർമാൻ CK ഷൌക്കത്ത് അലി, കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാവ് KT ജോണി, സംസ്ഥാന സെക്രട്ടറി രാജീവ് ഉപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തിരയിൽപ്പെട്ട അമ്മയെയും കുട്ടികളെയും രക്ഷപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ബാറിലെ അഭിഭാഷകൻ സുജിത്തിന്റെ ഭാര്യയും 2 മക്കളുമാണ് അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കടലിൽ കളിക്കാനിറങ്ങിയ അമ്മയും മക്കളും കൂറ്റൻ തിരമാലയിൽപ്പെട്ട് കടലിലേക്ക് ഒഴുകുകയായിരുന്നു. ഈ സമയം മുനക്കൽ ബീച്ചിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തീരദേശ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സെബിൻ കുരുവിള, വിനു ആന്റണി, ലൈഫ് ഗാർഡ് പ്രതാപൻ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇനി വാണിജ്യം. ഹൈടെക് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചാലക്കുടി സുരഭി തിയേറ്ററിന് എതിർവശത്തെ ബിൽഡിംഗിൽ തുടങ്ങിയ സംരംഭം ഫാദർ ഫെക്സിൻ കുറ്റൂർ ആശീർവദിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ജനങ്ങൾക്ക് പകർന്നു നൽകുന്ന ഹൈടെക് എക്സ്പോ 2017ന്റെയും ഹൈടെക് ഇന്നോവേഷന്റെയും ഉദ്ഘാടനം സിനിമാ താരം വിജിലേഷ് നിർവഹിച്ചു. ജോസഫ് ചക്കേടത്ത് ഭദ്രദീപം തെളിയിച്ചു. റിഫിൻ കുന്നത്ത്, ജിജോ ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉപഭോക്താക്കൾക്ക് മൊബൈൽ ഫോണിലൂടെ തങ്ങളുടെ വീടും സുരക്ഷയും എവിടെയിരുന്നും വീക്ഷിക്കാനും നിയന്ത്രിക്കാനും അവസരം ഒരുക്കുകയാണ് ഹൈടെക് ഇന്നോവേഷനിലൂടെ. ആധുനിക സാങ്കേതികതകളെക്കുറിച്ചുള്ള ക്ലാസുകളും ഇവിടെ ആരംഭിക്കുകയാണ്. ക്യാമറ, സോളാർ സിസ്റ്റം, ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം, ഫയർ സേഫ്റ്റി പ്രൊഡക്ട്സ്, ആക്സസ് കൺട്രോൾ സിസ്റ്റം, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, അലാറം സിസ്റ്റം, വെബ് ഡിസൈനിംഗ്, വീഡിയോ ഡോർ ഫോൺ, ഗേറ്റ് ഓട്ടോമേഷൻ, ഹോം തിയേറ്റർ, സ്മാർട്ട് ക്ലാസ് റൂം, സ്മാർട്ട് ഹൗസ് തുടങ്ങിയവയുടെ വിപണനവും സർവീസും ഹൈടെക് ഇന്നോവേഷനിൽ ഉണ്ടായിരിക്കും. പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസുകളുടെയും ചെരുപ്പുകളുടെയും എല്ലാത്തരം ബാഗുകളുടെയും അതിവിപുല ശേഖരവുമായി ഫോർച്യൂൺ ഷൂസ് ആൻഡ് ബാഗ്സ് തൃശൂർ ഹൈറോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ഹൈറോഡിൽ പുത്തമ്പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച ഫോർച്യൂൺ ഷൂസ് ആൻഡ് ബാഗ്സിന്റെ ഉദ്ഘാടനം കുടുംബാംഗങ്ങളായ യൂസഫ് ഹാജി, മൂസ ഹാജി, മുഹമ്മദ് അലി ഹാജി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഫോർച്യൂൺ ഷൂസ് ആൻഡ് ബാഗ്സിന്റെ ഉടമകളായ KS സുലൈമാൻ, സിയാദ് സുലൈമാൻ, സിറാജ് സുലൈമാൻ, സയ്യിദ് സുലൈമാൻ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. അമേരിക്കൻ ടൂറിസ്റ്റ് സ്കൈ ബാഗ്സ്, വൈൽഡ് ക്രാഫ്റ്റ് തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ വിവിധ തരത്തിലുള്ള ബാഗുകളും പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസുകളും, ജെൻസ് ലേഡീസ് ചപ്പൽസ്, ലേഡീസ് ഫാൻസി ചപ്പൽ, കിഡ്സ് ചപ്പൽ എന്നിവയുടെയുമെല്ലാം മികച്ച ശേഖരമാണ് ഫോർച്യൂൺ ഷൂസ് ആൻഡ് ബാഗ്സിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ട്രോളി ബാഗ്, സൂട്ട് കേസ്, ട്രാവൽ ബാഗ്, സ്കൂൾ കോളേജ് ബാഗുകൾ എന്നിവയും ജെൻസ് ലേഡീസ് പേഴ്സുകൾ, ബെൽറ്റുകൾ എന്നിവയുടെയും വ്യത്യസ്തങ്ങളായ ശേഖരങ്ങളുമുണ്ട്. കൂടാതെ കോംപ്ലിമെന്റ് ബാഗുകൾ പ്രിന്റിംഗ് സഹിതം മൊത്തമായും ചെയ്തു കൊടുക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9995938301 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.
പ്രധാന വാർത്തകൾ വീണ്ടും. 36 മണിക്കൂർ നീളുന്ന പൂരങ്ങളുടെ പൂരത്തിന്റെ മതിവര കാഴ്ചകൾക്കായി പൂരനഗരി ഒരുങ്ങി. കാഴ്ചകളുടെ വസന്തോത്സവമായ തൃശൂർ പൂരം നാളെ. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് വർണ്ണവിസ്മയമായി. സാമ്പിൾ ആസ്വദിക്കാൻ ശക്തന്റെ തട്ടകത്തിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ. സാമ്പിൾ വെടിക്കെട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്തു. തൃശൂർ പൂരം വെടിക്കെട്ടിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളിൽ കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗത്തിന് പൂർണ്ണ സംതൃപ്തി. തൃശൂർ പൂരം വെടിക്കെട്ട് രാജ്യത്തെ മറ്റെല്ലാ ഉത്സവങ്ങൾക്കും മാതൃകയായി മാറ്റുമെന്ന് എക്സ്പ്ലോസീവ് കൺട്രോളർ. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം ക്ഷേത്രം അഗ്രശാലയിൽ ആരംഭിച്ചു. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം വ്യാഴാഴ്ച രാവിലെ കസ്തൂവും ഹാളിൽ ആരംഭിക്കും. രാജ്യത്തിന്റെ വികസനത്തിന് ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണം അനിവാര്യമാണെന്ന് CN ജയദേവൻ MP. ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥർ വികസന പ്രവർത്തനങ്ങൾ വെച്ച് താമസിപ്പിക്കുകയാണെന്നും MP. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് ജ്വല്ലറി, Joya Lucas.